എല്ലാവർക്കും നമസ്കാരം. എന്ത് മലമറിക്കുന്ന കുറ്റം അനുമോള് ചെയ്തിട്ടെന്നാണെന്ന് പറഞ്ഞിട്ടായാലും ഈ നെവിനെന്ന് പറയുന്നവൻ ചെയ്തിട്ടുള്ളത് ചെറ്റത്തനമല്ല, തന്തയില്ലാത്ത പരിപാടിയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അത്രയും പോക്കൃത്തനമാണ് അവൻ ചെയ്തിട്ടുള്ളത്. പ്രൊമോ വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഒന്ന് കൊടുക്കാം. എനിക്ക് കണ്ട സമയത്ത് തന്നെയാണ് കാല വരെ അടിക്കാനാണ് എനിക്ക് തോന്നിയത്. ഇവൻ എന്തുകൊണ്ട് ഇത്രയും ദിവസം നിന്നെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇവന് വോട്ട് കൊടുത്ത ഓരോ ജനങ്ങളും വിഡ്ഢികളായി. ഇവന്റെയൊക്കെ തനി ഗുണമാണ് പുറത്തു വരുന്നത്. ഇവനൊക്കെ ഏത് തരത്തിലുള്ള നാറികളാണെന്ന് ഇവന്റെയൊക്കെ തനി ഗുണങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവനൊരു വിചാരമുണ്ട്. ഇത്രയും ദിവസം ഇതിന്റെ അകത്ത് നിന്നപ്പോൾ ഇവൻ വിചാരിക്കുന്നു, അല്ലേ ഞാൻ എന്താ ശമ്പോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഒറ്റ മനുഷ്യവൻ വോട്ട് കൊടുക്കൽ ഈ ആഴ്ച നെവിൻ പുറത്തു പോകണം, പുറത്തു പോയേ പറ്റത്തുള്ളൂ. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മൾ ഓരോരുത്തരും വോട്ടും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അത് അനുമോക്കോ ഷാനവാസിനോ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം. അല്ലാണ്ട് ഈ നെവിനെ പോലെയുള്ള ഊളകൾക്ക് കൊടുക്കരുത്. അനീഷിനെയും എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. ഷാനവാസിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അവൻ നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു ക്യാരക്ടറും ഉണ്ട്. എനിക്ക് അതുകൊണ്ട് ഷാനവാസിനെയാണ് ഈ സീസണിലുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിലവർ വിചാരിക്കും നീ അനുമോളുടെ വിഹാരം എടുത്ത് കൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അനുമോളെ ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചിലവന്മാരെങ്കിലും ചിന്തിക്കും. എനിക്കൊരു വിഹാറുള്ള തേങ്ങയില്ല, അതുപോട്ടെ, അതിനിപ്പോ പറഞ്ഞ് ഞാൻ വിളിപ്പിക്കണം എന്ന് വിചാരിക്കും. വേണ്ട. പക്ഷെ എനിക്ക് അനുമോളല്ല ഈ സീസണിൽ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഷാനവാസിനെയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ സീരിയസിൽ പറയാമല്ലോ. പിന്നെ അനുമോളെല്ലാം കൂടി ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് അടിക്കുമ്പോഴാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷാനവാസിനെ തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വോട്ട് കൊടുക്കുമ്പോൾ ഷാനവാസിനോ അനുമോക്കോ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക. ഇനി ആരിന് കൊടുത്താലും കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയും. പക്ഷെ അവനെയും പറയാൻ പറ്റില്ല കേട്ടോ. ഈ പ്രമോലാവുമ്പോൾ നിന്ന് നിളിച്ചോണ്ടിരിക്കുന്നു. വേണ്ട, അവനും കൊടുക്കണ്ട. അക്ബറിനും വേണ്ട. ആർക്കെങ്കിലും കൂടെ ഈ നെവിൻ ഒഴിച്ച് നിങ്ങൾ ആർക്കെങ്കിലും കൊണ്ട് വോട്ടിട്ട് കൊടുക്കുക. കാരണം അത്രയ്ക്ക് ഊള പരിപാടിയാണ് ഇവ കാണിച്ചിട്ടുള്ളത്. അനുമോൾ എന്തോ റീസൺ അവിടെ കിടക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്തും അവളുടെ ദേഹത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഇവൻ അടുത്ത് ബെഡിലടക്കം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇവനെ വലിച്ച് കാല വരെ അടിക്കാനാണ് എനിക്ക് തോന്നിയത് കണ്ട സമയത്ത്. സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ക്യാപ്റ്റൻ ആയപ്പോൾ ഇവനൊക്കെ അവിടെ ഒരു ഭരണം നടത്താണ്. പണ്ടത്തെ രാജാക്കന്മാര് പഴയ കാലഘട്ടത്തിൽ സ്ത്രീകളെ അടിമകളായിട്ട് ഇട്ടിരുന്നിട്ട് നടത്തുന്ന രാജഭരണം പോലെയാണ് ഇവൻ അവിടെ നടത്തുന്ന കാര്യങ്ങൾ. കാരണം അധികാരം കിട്ടിയപ്പോൾ എന്ത് തോന്നിവാസം കാണിക്കാനുള്ള അല്ലെങ്കിൽ എന്ത് തോന്നിവാസം കാണിക്കാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിപ്പ് പോലെയാണ് ഇവൻ നിൽക്കുന്നത്. അമ്മാതിരി ചെറ്റത്തനം തന്തയില്ലാത്ത പരിപാടിയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്യാപ്റ്റനാ എടുത്തോണ്ട് വാടാ എന്ന് ആര്യന്റെ അടുത്ത്. അവൻ മൊണ്ണയെ പോലെ പോയി എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട്. എന്ത് തേങ്ങയുണ്ടോ അവനൊക്കെ കാണിക്കുന്നത്. അതത്രേ ഉള്ളൂ. അവളുടെ ബെഡിൽ അവൾ കിടക്കാതിരിക്കാൻ നിനക്കെന്താ. പക്ഷെ ഇവൻ കുറെ ദിവസമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു. നല്ലപോലെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. പിന്നാലെ നടന്ന് അനുമോളെ നല്ലോണം ഈ നാറിൻ നെവിൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാ റീസൺസും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പോലും ഇല്ലാണ്ട്, ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് പറയാനില്ലാണ്ടാണ് ഇവൻ ഈ പറയുന്ന അനുമോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ദേവതയെ പോലുള്ള ബിഗ് ബോസ് റിവ്യൂസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഊളകൾ വന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കൂ. അറിയാൻ പാടില്ല. എന്റെ പുറത്ത് വെള്ളം വീഴുമെങ്കിൽ തല അടിച്ച് പൊളിക്കും. ഇങ്ങനെയാണ് പറയേണ്ടത്. സത്യം പറഞ്ഞ ഞാനൊക്കെയാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്റെ മോനെ വേറെ വിപ്ലവം നടക്കും. നീ കാണിക്കുന്ന ഊള പരിപാടിയാണ് നെവിനെ, വെറും ഊള പരിപാടിയാണ്. ഇതെന്നാ പോക്കത്തനാണ് നീ കാണിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ട് എന്നാണ് വിചാരം. നിനക്ക് ഉണ്ടായിരുന്നു, ഞാനടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീ നല്ലൊരു കോമഡി ആയിട്ടൊക്കെ പോകുന്നു. പക്ഷെ നിനക്ക് ഇന്ന് അധികാരം കിട്ടിയപ്പോൾ നീ എന്താണെന്ന് അവിടെ എക്സ്പോസ് ആയി. നിന്റെ നാറിയ ഭരണം അവിടെ എക്സ്പോസ് ആയി. നല്ല പോക്കൃത്തനാണ് അനുമോൾ. സത്യം പറഞ്ഞാൽ അടിക്കണവനെ, അടിച്ച് മണ്ട നോക്കി അടിക്കണം. കപ്പ എന്തെങ്കിലും എടുത്ത് അടിച്ചങ്ങ് ഇടണം. ഫിസിക്കൽ അസോൾട്ട് എന്ത് തേങ്ങയാവട്ടെ. അതിന്റെ വല്ല നീ പുറത്തു പോയാലും നിനക്ക് പുറത്ത് അത്രേ സപ്പോർട്ടേ കിട്ടത്തുള്ളൂ. നന്നായി തിരിച്ചൊഴിക്കുക മാത്രല്ല, ഇവനെ പിടിച്ചു വെള്ളത്തിൽ മുക്കണം കവാലം നോക്കിയിട്ട് പാരാനാറികള്. അവന്റെ മറ്റേ കൊണച്ച നടന്നുകൊണ്ടങ്ങ് വരെയാണ്. ഇവ എന്തോന്നുള്ളൊരു വിചാരം അവനുണ്ട് കേട്ടാ. നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചു വീഴുന്നതിന് കൈയും കണക്കും കാണില്ല. അതേ ഒരു അഹങ്കാരമാണ് ഇവന്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വെറും ചെറ്റയാണ്, വെറും ചെറ്റ, പരമ ചെറ്റ. ഷൊണ്ണ ആര്യൻ അവിടെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രൊമോയിലുണ്ട്. വെള്ളം ബെഡിൽ ഒഴിച്ചപ്പോൾ ഷൊണ്ണ ആര്യൻ എന്നാൽ പ്രതികരിക്കാനോ ഇതിനെ എതിർക്കാനോ ഇതിനെ പറ്റിയിട്ട് കേൾക്കാനോ ഇതിന്റെ പേരിൽ ചൂടാവാനോ അവിടെ ഒരു ഷൊണ്ണയും കാണുന്നില്ല. ഇനി പ്രൊമോ കഴിഞ്ഞിട്ട് ലൈവിൽ കാണാൻ പറ്റുമോ അറിയില്ല. എന്തായാലും പ്രൊമോയിൽ ഒരു ഷൊട്ടകളും ഇത് ചോദ്യം ചെയ്യുന്നില്ല. എല്ലാം വായുമ്പളം നിന്നിട്ട് ആര്യനടക്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. തന്തയില്ലാത്ത പരിപാടി കാണിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊള ആര്യൻ. ബെഡിൽ മൊത്തം വെള്ളം ഒഴിച്ച്, ബെഡ് മൊത്തം കുളമാക്കി വെള്ളം ഒഴിച്ച്
മൊത്തം തീർത്ത് വെച്ചിട്ടുണ്ട്. അവളെ കാല് മുക്കി നിൽക്കുകയാണ്. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് നാറിയാണ് ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് ഇവനൊക്കെ വീണ്ടും ഇതിന്റെ അകത്ത് നിർത്തിയിരിക്കുന്നു. ഇത് ഫിസിക്കൽ അസാൾട്ടിനെക്കാളും അപ്പുറത്തുള്ള ചെറ്റത്തനമാണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ നെവിനെ ബിഗ് ബോസ് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ പിടിച്ച് അകത്തിരുത്തിക്ക് അല്ല ചെയ്യേണ്ടത്. കമന്റ് ചെയ്യാനൊന്ന് വായിക്കാം. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയേറെ പേഴ്സണൽ ഡെഡ്ജ് വെച്ച് നിന്ന ഒരാളില്ല. നെവിൻ ഒരു ദുരന്തമാകുന്നു. സത്യം 100%. ഇതും ലാല് ചോദിക്കില്ല, ബോസും ചോദിക്കില്ല. കഷ്ടം തന്നെ. സത്യം പറയാല ബിഗ് ബോസ് ഇത് ചോദ്യം ചെയ്യാണ്ട് ഇതിനെ അകത്തിരുന്ന് കണ്ണും കൊണ്ട് ചുമ്മാ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ വെറും ഊളപ്പരിപാടിയായപ്പോൾ ഇതാണ് ചോദ്യം ചെയ്യേണ്ട കാര്യം. ബിഗ് ബോസ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇത്ര നേരമായിട്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇനി ഇവനെ പുറത്താക്കുമോ? പുറത്താക്കേണ്ട കേസാണ്. ഫിസിക്കൽ അസാൾട്ടിന്റെ അപ്പുറത്തോളം ചേട്ടത്തനമാണ് ചെയ്തിട്ടുള്ളത്. പുറത്താക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യചിഹ്നത്തിലാണ് നിൽക്കുന്നത്. അവനെ ഇറക്കി വിടണം ഷോയിൽ നിന്നും. അവനെ ലാലേട്ടൻ വന്ന് എന്നും തലോടി വിടുന്നതിന്റെ അഹങ്കാരമാണ് അവൻ ഈ കാണിക്കുന്നത്. ഇതിനെതിരെ ലാലേട്ടൻ എന്ത് നടപടി എടുക്കുമെന്ന് അറിയണം. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഇവന്റെ കൊണച്ചവധികാരങ്ങളും കേട്ടും കൊണ്ട് ഇളിച്ചുകൊണ്ടിരുന്നിട്ട് പോകാറാണ് പതിവ്. ഇതിൽ എന്തെങ്കിലും ഇതെടുക്കൂ. ഇത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഇത് ഇവനെ പുറത്താക്കേണ്ട കേസാണ്. അല്ലാണ്ട് ഇനി ചുമ്മാ കുറച്ച് എന്തോടെ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യലെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തൂ. ഇത് ഊളപ്പരിപാടിയാണ്, വെറും ചെറ്റത്തനമാണ്. അതിന്റെ പീക്ക് ലെവൽ കാര്യമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. രാവിലെ ഷാനവാസിന്റെ കയ്യിൽ നിന്നും വയറ് നിറച്ച് കിട്ടി. ഇനി അനുമോളുടെ നെഞ്ചത്ത്. അതെ, ഇവിടെ ആർക്കും പാവ കളിക്കാൻ പറ്റുന്ന ഒരാളാണ് അനുമോള്. ആർക്കും വേണോ അന്ന് ഇടിച്ച് കയറി ഞെരങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ് അനുമോള്. അനുമോളെ ഇടിച്ചു കഴിഞ്ഞാൽ കയറി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടി. ഷാനവാസ് നീ അടക്കം ഇത് ചോദ്യം ചെയ്യാതെ ഇരിക്കരുത്. എന്തിന്റെ പേരിലായാലും ഇത് തക്കതായ രീതിയിൽ ഹൗസിലുള്ളവരടക്കം ചോദ്യം ചെയ്യണം. പക്ഷെ എല്ലാം മൊണ്ണാള് കണക്കിന് നിൽക്കുന്ന ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഊളാള്. നെവിൻ ഈ വീക്ക് പോണം. അവന്റെ വിചാരം അവൻ വലിയ ആരോ ആണെന്നാണ് അഹങ്കാരം. ഇവൻ ഇത്രയും ദിവസം നിന്നപ്പം ഇവൻ വിചാരിക്കുന്ന ഈ ആദിലെ നൂറൊക്കെ വിചാരിച്ചിരുന്ന പോലെ പുറത്ത് നമുക്ക് മാരക സപ്പോർട്ടാണെന്ന് വിചാരിച്ച ഒരു തോന്നലും വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിന്റെ ഒരു ഇതാണ്. ആ ഒരു ക്യാപ്റ്റൻ അന്ന് മത്സരിക്കുന്ന സമയത്ത് അനുമോളും ഈ ആര്യനും സാബുമാനും ഒരു കയറി പിടിച്ചുകൊണ്ട് നിന്നപ്പോ അന്ന് അവൻ തെണ്ടിത്തനം കാണിച്ചു. അന്ന് ലാലേട്ടൻ അത് ചോദ്യം ചെയ്തില്ല. അപ്പൊ ഇവൻ തന്നെ പറഞ്ഞു ലാലേട്ടൻ അവരിങ്ങനെ വെറുതെ നടന്നപ്പോ ഞാനാണ് അവിടെ കണ്ടന്റ് കൊടുത്തതെന്ന്. ലാലേട്ടൻ ഇളിച്ചോണ്ട് വായും മുളന്ന് നിന്ന് അന്ന് അവനെ തലോടി വിട്ടതുകൊണ്ടാണ് ഇന്ന് ഈ തന്തയില്ലാത്ത പരിപാടി കാണിച്ചിട്ടുള്ളത്. മനസ്സിലായ? വല്ല മനസ്സിലാവണ ഇതൊക്കെ ആരോട് പറയാൻ? ലാലേട്ടൻ എന്തെങ്കിലും കേൾക്കൂ. എല്ലാ ആഴ്ചയിലും വന്നിട്ട് അവനെ തലോടി വിട്ടിട്ട് പോകും. ഈ ആഴ്ചയെങ്കിലും അവൻ എന്തെങ്കിലും പറയൂ? ഇല്ല. ഇത് സ്പോട്ടിൽ പുറത്താക്കേണ്ട കാര്യമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ അതൊന്നും ചെയ്യില്ല. ചെറിയ കഴപ്പമൊന്നുമല്ല അവന് പാണ്ടി കരിമ്പാറ. ഇതിന് ഇനി വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് അനുമോളുടെ മണ്ടയ്ക്ക് കയറും. നെവിനെ തലോടി വിടും ചെയ്യും. സത്യം. ചിലപ്പോൾ ലാലേട്ടൻ വന്ന് പറയും അനുമോളെ നീ എന്തിനാണ് അവനെ അങ്ങനെ പറഞ്ഞപ്പോ നീ ഇങ്ങനെ പറയാൻ പോയത്? നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ അവൻ വെള്ളം ഒഴിച്ചത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിരുത്ത്. അതായിരിക്കും ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത്. അയ്യോ വീക്കെൻഡ് ലാലേട്ടൻ ഇതൊക്കെ നെവിൻ മോൻ കോമഡി ചെയ്യുന്നതല്ലേ? അതെ, നെവിൻ മോന്റെ കോമഡി അല്ലേ? അതൊക്കെ നോക്കി കൊടുക്കണം. ലാലേട്ടൻ അനുമോൾ അവൻ ബെഡിൽ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ ബെഡ് മാറ്റി ഇട്ടൂടെ? അതൊക്കെ ആയിരിക്കും ലാലേട്ടൻ ഇനി ചോദിക്കാൻ പോണത്. ശരി തന്നെ കേട്ടാ. അനുമോളെ നിനക്ക് ബെഡ് ഒന്ന് മാറ്റി ഇട്ടൂടായിരുന്ന അവൻ വെള്ളം ഒഴിക്കാൻ വന്നപ്പോ? നീ എന്താ ബെഡ് മാറ്റിയിടാത്തേ? ഇതൊക്കെ ആയിരിക്കും മിക്കവാറും ഇതൊക്കെ തന്നെ. ഈ വരുന്ന വീക്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുക്ക് ലാലേട്ടന്. നെവിനെ തലോടാന് അനുമോളെ ക്രൂശിൽ കയറ്റാണ്. ഇത്രയ്ക്ക് അതപ്പതിച്ചൊരു സീസൺ ഇതിനു മുമ്പ് വന്നിട്ടില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഓടിക്കൂടെ അനു? അവൻ വെള്ളം ഒഴിക്കുന്നത് കണ്ടില്ലേ? നെവിൻ എന്തുവായി കാണിക്കുന്ന? ലാലേട്ടൻ ഇവന്മാർ എന്ത് ചെയ്താലും ഒന്നും പറയില്ല. സീരിയസ്ലി ലാലേട്ടൻ ഇതിന് തക്കതായ ഒരു കാര്യം നടപടി എടുത്തില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ലാലേട്ടൻ്റെയോടുള്ള ഒരു റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം ഇതോടെ ചോർന്ന് ഒലിച്ചു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടനോട് വെറുപ്പ് തോന്നും. അത് തോന്നാതെ ഇരിക്കട്ടെ, തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കാതെ ഇരിക്കട്ടെ. ലാലേട്ട കുറച്ചെങ്കിലും ഒരു ഇത് കാണിക്കണം. അതുപോലെ ബിഗ് ബോസ് ടീം കുറച്ചെങ്കിലും ഒരു ഇത് കാണിക്കണം. തക്കതായ ശിക്ഷ കൊടുക്കണം. പുറത്താക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ബെറ്റർ ഓപ്ഷൻ. ഇനി ഈ ജനങ്ങളായ ജനങ്ങൾ ഒറ്റ വോട്ട് ഇന്ന് ആർക്ക് കാണിക്കരുത്, കൊടുക്കരുത്. ഇതിനി അവസാനം പ്രാങ്കായി മാറുമോ എന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇനി ബിഗ് ബോസ് കൊടുത്ത പ്രാങ്ക്, അനുമോളെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നെവിന് കൊടുത്തിട്ടുള്ള പ്രാങ്ക് അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റുമെന്ന് ദൈവമേ. പ്രൊമോഷനോട്ടെ പ്രോമിസ് അങ്ങനെ എന്തെങ്കിലും ഉളപ്പരിപാടി എന്തെങ്കിലും ബിഗ് ബോസ് കാണിച്ചു കൂട്ടുമെന്നും ദൈവത്തിന് തന്നെ അറിയാം. പക്ഷെ ഇത് അങ്ങനെ ഒന്നും അല്ല. എങ്ങനെയൊക്കെ ആയാലും ഊളപ്പരിപാടിയാണ് നെവിൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആണ്. ബൈ.